നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇപ്പം ഞാൻ മറ്റൊരു വിഷയമാണ് സാറിനോട് ചോദിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഒരു ലിവിങ് ടുഗദർ ഒരു ഫോർമാറ്റാണ് സമൂഹത്തിൽ ഒരു പരിധി വരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഭാര്യ ഭർത്താവൊക്കെ ആയിട്ട് അവർ ജീവിതം മുന്നോട്ട് പോകുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ബന്ധത്തിൽ നിന്ന് വിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ടോ ഒരു ഇതിൽ പോകുന്നു. എന്നിട്ട് അവർ ലിവിങ് ടുഗദറായിട്ട് തന്നെ അവർ ജീവിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി വരുന്നു. അത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ കോമൺ ആണിപ്പോൾ. അപ്പം അതിന് എന്താണ് സാറിൻ്റെ ഒരു അഡ്വൈസ്? ഈ ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ മലയാളികൾ ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ കൂടി വരുന്ന ഒരു സംഭവമാണ്. മലയാളികളല്ല ഇതുണ്ടാക്കിയത്, മറ്റ് രാജ്യക്കാരാണ്. എങ്കിലും മലയാളികളുടെ ഒരു പുതിയ ട്രെൻഡായിട്ട് അവർ അംഗീകരിക്കുകയും അതിലൂടെ പോവുകയും ചെയ്തു. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. ഇപ്പം ഞാൻ കാണുന്നൊരു കേസുണ്ട്. 2 ഡോക്ടർ ദമ്പതികളാണ്. അപ്പോൾ ആ ഡോക്ടർ ദമ്പതികൾ എൻ്റെ അടുത്ത് വരുന്നത് വിവാഹമായിട്ട് ബന്ധപ്പെട്ട വിവാഹത്തിന് ശേഷമുള്ള ഒരു അകൽച്ച, ഒരു ബുദ്ധിമുട്ട് അവർ പരിഹരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പെൺകുട്ടി, അവളും ഡോക്ടറാണ്, അവൾ പറയുന്നത് അവൾക്കൊന്നും തുറന്ന് പറയാൻ വയ്യ ഹസ്ബൻഡിനോട്. പക്ഷേ ഹസ്ബൻഡ് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു അസാധാരണത്വം. അപ്പോൾ ഈ ഹസ്ബൻഡ് എന്നെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടാണ് എന്താണ് ഒരു പരിഹാരം. അപ്പോൾ അവളും പറഞ്ഞു എന്നാൽ നമുക്ക് ആരെങ്കിലും കാണാം, അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം അയാൾക്ക് യാതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ല. ഒരു 9 മാസത്തോളമായി ഒരു വിവാഹം കഴിച്ചിട്ട്. പക്ഷേ ഈ പെൺകുട്ടി അറിയുന്നത് ഇയാൾ MBBS പഠിക്കുന്ന സമയത്ത് ഒരു ലിവിങ് ടുഗദർ ഉണ്ടായിരുന്നു. ഇയാൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വേറൊരു പെൺകുട്ടി, ഒരാളല്ല 2 പ്രാവശ്യമായിട്ട് 2 സ്ഥലത്ത് 2 പെൺകുട്ടികളുമായിട്ട് ഇയാൾ താമസിച്ചിരുന്നു. ഇങ്ങനൊരു ഇൻഫർമേഷൻ അവൾക്ക് കിട്ടി. അത് റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടി. അവൾ വെരിഫൈ ചെയ്ത്. അതിനുശേഷം വല്ലാത്തൊരു വിഷമം. കാരണം ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ജീവിതം മൊത്തം ഇനി വരാൻ പോകുന്ന വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഓർമ്മയിലും ചിന്തയിലും നല്ല സ്വപ്നങ്ങൾ കണ്ടുവന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ മനസ്സിലാക്കുകയാണ് എന്നെപ്പോലെ എൻ്റെ രീതിയിൽ വേറൊരു പെൺകുട്ടിയായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടാണ് അയാൾ എന്നെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത ഇവരുടെ മനസ്സിനെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കണം. ആരോടും പറഞ്ഞിട്ടില്ല. ഈ ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ഭാര്യ എന്നുള്ളൊരു പുതിയ ഭാര്യ, എസ്പെഷ്യലി നമുക്കറിയാം കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്, ആ ഒരു സ്വഭാവം കാണാത്തതുകൊണ്ടാണ് ഇയാൾക്ക് സംശയം തോന്നുകയും അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുകയും പെട്ടെന്ന് പറയാൻ പറ്റാതിരിക്കുകയും ആ പ്രശ്നമായിട്ട് അവൾ എൻ്റെ അടുത്ത് മനസ്സ് തുറന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ചെറിയ പരിച്ഛേദം മാത്രമാണ് സമൂഹത്തിൽ. ഇതുപോലെ പല കേസുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുമ്പ് പലർക്കും അങ്ങനെ ഒരു ഭയങ്കര ആവേശമൊക്കെ തോന്നാം. പക്ഷേ നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഭഗവത്ഗീത ആയിരുന്നാലും ശരി, രാമായണമാണെങ്കിലും ശരി, നമ്മുടെ എല്ലാ ബൈബിളാവട്ടെ ഖുറാനാവട്ടെ എല്ലാ മതഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ മാനുഷിക മൂല്യം പഠിപ്പിക്കുന്ന ഏത് തത്വവും ഇങ്ങനെയുള്ള കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്താണ്? ഇത് താൽക്കാലിക രസം, സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കിലും പിൽക്കാലത്ത് വലിയ ദോഷവും കുഴപ്പങ്ങളും ഉള്ളതാണ്. ഏതുപോലെ ഇപ്പം നല്ലൊരു മയക്കുമരുന്ന് നമ്മൾ ഉപയോഗിച്ച താൽക്കാലിക രസമുണ്ട്, പക്ഷെ അത് തുടർന്ന് പോയാൽ വലിയ കുഴപ്പമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയും പോലെ വിവാഹ ജീവിതത്തിലുള്ള അതിനേക്കാൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. ആർക്കും ഒരു പാർട്ട്ണർക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഇനി അഥവാ പാർട്ട്ണർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ആ വ്യക്തിയുടെ ഒരു മനസ്സിൻ്റെ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇയാളെ പോലെയുള്ള ചെറുപ്പമായിട്ടുള്ള പെരുമാറ്റം, നേരത്തെ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉള്ളത് കൊണ്ടോ ഒക്കെ പോകും. പക്ഷെ അവിടെയും മനസ്സുകൊണ്ട് 2 പേരും ഒരു ബുദ്ധിമുട്ടിലായിരിക്കും മുമ്പോട്ട് പോവുക. മാത്രമല്ല ഇപ്പോൾ വിവാഹത്തിന് ശേഷമാണ് ഇതുണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിലുണ്ടാകുന്ന കുട്ടികൾ ചിലപ്പോൾ ഇവർ കണ്ടിന്യൂ ചെയ്ത് ജീവിച്ചേക്കാം, പക്ഷെ അത് ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ലീഗൽ ആയിട്ടുള്ള ഒരു അഡ്രസ്സിലായിരിക്കും അവർ മുമ്പോട്ട് പോവുക. പക്ഷെ ഒരു അടുപ്പം ഹസ്ബൻഡ് ഉണ്ടാവില്ല, വീട്ടിനകത്ത് അത് ഉണ്ടാവില്ല. അതിനുവേണ്ടിയാണ് ഒരാൾ വിവാഹം കഴിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ അറിയണം. ഒറ്റയ്ക്ക് ജീവിക്കുന്നേക്കാളും ഒരാളിൻ്റെ ജീവിതത്തിൽ ഒരു സുഹൃത്ത് വരുന്നു, ഒരു കമ്പാനിയൻ വരുന്നു, ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും ഒരു ആശ്വാസിപ്പിക്കാനും മറ്റു കാര്യത്തിനും എല്ലാത്തിനും ഒരാളിൻ്റെ ഒരു പങ്കാളിത്തം തീർച്ചയായിട്ടും എല്ലാ ജീവസമൂഹങ്ങളിലും പങ്കാളിയുണ്ട്. നമ്മൾ എവിടെ നോക്കിയിരുന്നാലും, പക്ഷികളെ നോക്കിയിരുന്നാലും, മൃഗങ്ങളെ നോക്കിയിരുന്നാലും, ചെടികളെ നോക്കിയിരുന്നാലും പങ്കാളിത്തം വളരെ പ്രമുഖമാണ്, വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം അതിൻ്റെ പവിത്രത മനസ്സിലാക്കുക.
ആ പവിത്രത മനസ്സിലാക്കുമ്പോൾ മാത്രമേ നാം മനുഷ്യനിലേക്ക് ഉയരൂ. സാധാരണ ജീവജാലങ്ങളും അങ്ങനെ നമ്മൾ മനുഷ്യരിലേക്ക് ഉയരണമെങ്കിൽ ആ രീതിയിലൊരു പവിത്രത കാത്തു സൂക്ഷിക്കും. അപ്പോൾ അത് സൂക്ഷിക്കുമ്പം കുറേ മനസ്സിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും. സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ ഒരെണ്ണത്തിലേക്ക് ചുരുങ്ങുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ മഹത്വം ലോങ് റണ്ണിൽ നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ എന്തൊരു നന്മ ഒരു ഭാഗത്ത് ചെയ്താലും അതിൻ്റെ ഗുണം നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും അനുഭവിച്ചിരിക്കും. എന്തെങ്കിലും തിന്മ നമ്മുടെ ലൈഫിൽ ചെയ്താൽ അതിൻ്റെ തിന്മയും നമ്മൾ അനുഭവിച്ചെന്ന് വരും. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തൽക്കാലം രസം കിട്ടുന്നത് ജീവിതത്തിനോ ആരോഗ്യത്തിനോ കുഴപ്പമാണെന്ന് തോന്നിയാൽ അത് വർജിക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാര മാർഗം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാനുഷിക മൂല്യങ്ങളും കൂടെ നേരത്തെ തന്നെ ഈ ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, മാനുഷിക മൂല്യങ്ങൾ പഠിപ്പിക്കണം. മനുഷ്യന് വലിയ പ്രാധാന്യമുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും നോക്കിയാലും മനുഷ്യനോളം ഉയർന്ന വേറൊരു ജീവിയില്ല. പക്ഷെ അവൻ ഉയരുമ്പോൾ തീരെ ചെറിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവന് സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാൻ. പക്ഷെ മനസ്സ് അങ്ങനെയാണ്. മനസ്സിൻ്റെ വൈകാരികത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞത് ഇറോസ് ആൻഡ് തനാട്ടോസ്. ഒന്ന് കൺസ്ട്രക്റ്റീവാണ്, മറ്റൊരു ഡിസ്ട്രക്റ്റീവാണ്. ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ നെഗറ്റീവ് ടെൻഡൻസിയാണ് മനുഷ്യന് കൂടുതലായിട്ട് എപ്പോഴും വരുന്നത്. മുൻപന്തിയിൽ നിൽക്കുന്ന അതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്, കുറച്ചേ വരുള്ളൂ. അപ്പോൾ നമ്മളത് തിരിച്ചറിയണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വഴിയെ പോകുമ്പോൾ നല്ല ഇഷ്ടമുള്ള ഒരു ചെടിയിൽ ഒരു പൂവ് നിൽക്കുകയാണ്. വേറെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു പൂവാണ്. നമുക്ക് ഭയങ്കര കൗതുകം തോന്നാം, ഇഷ്ടം തോന്നും, അത് നുള്ളി പറിച്ചെടുക്കാൻ തോന്നാം. അത് നെഗറ്റീവ് ടെൻഡൻസിയാണ്. മാക്സിമം ഏതുവരെ ആവാം, ആ ഗാർഡൻ അത് പരിപാലിക്കുന്ന ആളിനെ കുറിച്ച് ചിന്തിക്കാം, അത് നല്ല ചെടി, ഇങ്ങനെയൊക്കെ അത്രയൊക്കെ നമുക്ക് ആസ്വദിച്ച് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകാം. അതിനെ ദ്രോഹം ചെയ്യരുത്, ഹാമ്പർ ചെയ്യരുത്, ആ രീതിയിൽ പോകാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ ഒരു വൈകാരികത നമ്മൾ അത്യാവശ്യം ഒരു പരിധിക്ക് വരെ ആസ്വദിച്ചു, പിന്നെ നമ്മൾ പോകുന്നു നമ്മൾ. അപ്പം ഇതുപോലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും ഇതുപോലെയാണ്. കേട്ടാൽ കണ്ടാൽ കിട്ടിയാൽ ഭയങ്കര സന്തോഷം ആകർഷണം തോന്നാം, വെറുതെ കിട്ടുന്നതല്ലേ എന്നൊക്കെ തോന്നാം. അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അസൂയ തോന്നാം. അല്ല, അസൂയ അല്ല തോന്നേണ്ടത്. ഇങ്ങനെ പോകുന്നവരെ കാണുമ്പോൾ അസൂയയ്ക്ക് പോലെ ആശങ്ക തോന്നേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം അയ്യോ പാവം, അവൻ്റെ ലൈഫ് എവിടെ ചെന്നെത്തും. ഇപ്പം നല്ല സ്പീഡ് ബോട്ടിൽ പോകുന്നവരെ നന്നായിട്ടൊക്കെ ഭയങ്കര കറങ്ങി തിരിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇത് എവിടെ ചെന്ന് ഇടിച്ച് നിൽക്കും, ഇടിച്ച് തകരും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു മാനുഷിക രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അപ്പം നമുക്ക് തൽക്കാലം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറ്റ് പലതും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, വൈഡ് വിഷനാണ് എനിക്ക്, ഈ തൽക്കാലത്തേക്കല്ല ജീവിതം എന്ന് വിചാരിക്കുന്നവർക്ക് അതിൽ നിന്ന് പിന്മാറണം. അങ്ങനെ താൽക്കാലികമുള്ള സന്തോഷം വേണ്ട എന്ന് വിചാരിച്ചാൽ ബാക്കിയെല്ലാം സൗഹൃദം ആയിക്കോട്ടെ. എല്ലാ പേരുമായിട്ടും മനുഷ്യനല്ലേ. അതെ അതെ, തീർച്ചയായിട്ടും. ആണിനും പെണ്ണിനും ഒരു ആവശ്യമെന്ന് നിങ്ങൾ സഹായിക്കൂ, ഒരു നല്ല വാക്ക് പറയൂ. അതിനപ്പുറം മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് നശീകരണത്തിലേക്ക് വഴിവെക്കും. തീർച്ചയായിട്ടും. അത് ആ വ്യക്തിയുടെ നാശത്തിനും നമ്മുടെ സ്വന്തം നാശത്തിനും അത് വഴിവെക്കും. അപ്പോൾ ഇങ്ങനെ വൈഡായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.